ഈ ഒരു നിമിഷത്തിന് വേണ്ടിയാണ് മകളെ ഞാൻ പ്രാർത്ഥിച്ചതും കാത്തിരുന്നത്. ഇന്ന് ആ ദിവസം സഫലമായി. അതിന് ദൈവത്തിന് വളരെയേറെ നന്ദി. പരിശുദ്ധാത്മാവിന് സകല ദൈവത്തിനും സകല വിശുദ്ധർക്കും മാതാവിനും ആശുപത്രിനും എല്ലാവരും ഞാൻ നന്ദി പറഞ്ഞിരിക്കും. എല്ലാവർക്കും നമസ്കാരം. എൻ്റെ മകളെയും മകനെയും കൊണ്ട് ദേവാലയത്തിലേക്ക് പോവുകയാണ് പ്രാർത്ഥിക്കാൻ. അവർക്ക് സകല ഐശ്വര്യങ്ങളും അനുഗ്രഹങ്ങളും ഉണ്ടാവണമെന്ന് നിങ്ങൾ കൂടി പ്രാർത്ഥിക്കുക. ശരി, സമയം കഴിഞ്ഞു പോയിട്ടാ പോകാൻ പണിയാണ്. അപ്പോഴേ അമ്മച്ചിയുടെ കുറേ നാളത്തെ ആഗ്രഹമാണ് പള്ളിയിൽ നമ്മളെ കെട്ടി വരുന്ന പെണ്ണിനായിട്ട് പോകണമെന്ന്. അപ്പോൾ ഇന്നാണ് അങ്ങനെ പോകണമെന്ന്. ഇടവപ്പള്ളി മുണ്ടമ്പള്ളി പള്ളിയാണ് പോകണം. പോലെ താരം അമ്മച്ചി കൈ പിടിച്ചു കേട്ടാ. കേൾപ്പിട്ടോ ഒരുപാട് സമയമായി. ഓക്കെ ഉച്ചത്തില്ല മണിയേഴായി. സമയം ഒരുപാടായി. ഇത്രയും പോയി സമയം പോയി അറിയില്ലേ. എണീക്കാൻ താമസിച്ച് ഞാൻ പിന്നെ ഇടയ്ക്ക് എഴുന്നേറ്റുണ്ടായി പറഞ്ഞപ്പോൾ. ഞാൻ 5:30 6 മണി അല്ലേ? ഞാൻ അരിക്കുമ്പോൾ എഴുന്നേറ്റാണ്. നല്ല തണുപ്പുണ്ടായിരുന്നു. കൊതുകുണ്ട്. നിങ്ങൾ അതായത് നിങ്ങൾ കൊതുകിനില്ലേ, ഞാൻ പോകുമ്പോൾ ഒന്ന് വണ്ടി അടൂരിൻ്റെ കൂടെ ആയിക്കോട്ടെ. കൊച്ചിയിലെ കൊതുക് അടൂരോട്ട് വരില്ല. കൊച്ചിയിലെ കൊതുക് അടൂരോട്ട് വരില്ല. ഇവിടുത്തെ ഓട്ടം അങ്ങാട് വരുമ്പോൾ എനിക്ക് ഇഷ്ടമായിരുന്നു. ഇഷ്ടംപോലെ ജനങ്ങളും കിട്ടുമല്ലോ. ഇഷ്ടംപോലെ ജനങ്ങളും കിട്ടും. ഇവിടെ കണ്ണോടുകൊണ്ട് ജനങ്ങളും കാണുമ്പോഴേ കൈവിട്ടോ ഫിനിഷ്. പള്ളിയിലത്തെ കഴിഞ്ഞിട്ട് ബേക്കറിൽ കയറണം. ബേക്കറിൽ കയറുന്ന ശേഷം എൻ്റെ പഴയ ഒരു കൂട്ടുകാരുണ്ട്, പ്രായമായതാണ്. എങ്കിലും നിങ്ങളുടെ അടിയന്തരത്തിന് വരാൻ സാധിക്കഴിഞ്ഞിട്ട് പോലും അവർ വന്നു. കിടപ്പല്ല, അവിടെയൊക്കെ നടക്കും. ആ സ്നേഹത്തിലൂടെയാണ് വന്നത്. അത് തന്നെ നമ്മൾ അവരെ പോലെ തന്നെ സാമാന്യമായ രീതിയിൽ ജീവിക്കുന്നുണ്ട്. പിന്നെ കുറച്ചും കൂടി കൂട്ടി ചേർക്കാനുണ്ട്. എത്ര കൊണ്ടായത് ദൈവം തണ്ടത് നമ്മൾ ഒരിക്കലും വെട്ടി പുറക്കരുത്. കുർബാന 7 മണി 7:45 വരെ ഉണ്ടാവും. എത്ര നാളുകൾക്ക് ശേഷം അമ്മച്ചി ചേട്ടൻ പോകുന്ന പള്ളിയില്? എത്ര നാളുകൾക്ക് ശേഷം ചേട്ടൻ പോകുന്ന പള്ളിയില്? പള്ളിയിൽ വല്ലപ്പോഴൊക്കെ പോകുള്ളൂ. സമയമാകുമ്പോ വിളിക്കും, പോകൂല. പണ്ട് എൻ്റെ കൈ വിട്ടു. ഈ പരിപാടിക്കാർക്ക് പോകാൻ വളരെ കുറവാണ്. അപ്പം എന്താണെന്ന് നമ്മുടെ ആത്മാവിന് ഭക്ഷണം കൊടുക്കണില്ല. ആ ഞാൻ പറഞ്ഞല്ല, കൈ വിട്ടേര് പിന്നെ ഒരു കൈ ഞാൻ കൊടുത്തിട്ടുണ്ട്. അതെ, എനിക്ക് സാവധാനം കണക്കാൻ പറ്റുള്ളൂ. ഇതാണ് കയറി പന്നില്ലല്ലേ? ഇതാണ് പന്നില്ലല്ലേ? ആ ശരി ശരി. കല്യാണത്തിന് കണ്ടാ കേട് അപ്പത്തിൻ്റെ പ്രധാന ഭാര്യയുണ്ട്. എന്റെ പേര് താര.
മനസ്സാക്ഷി കുത്തുണ്ടായി. ദാവീദ് കർത്താവിനോട് പറഞ്ഞു, ഞാൻ കൊടും പാപം ചെയ്തിരിക്കുന്നു. കുർബാനയൊന്നും കാണിക്കുന്നില്ല. കുർബാന കഴിഞ്ഞിട്ട് നമുക്ക് കാണാട്ടാ. കുർബാന കഴിഞ്ഞിട്ടാ. അപ്പോൾ സ്ഥിരം പള്ളി വരുന്ന അമ്മച്ചിയുടെ കുറേ കൂട്ടുകാരുണ്ട് കേട്ടോ. അവരൊക്കെ പരിചയപ്പെടുത്താൻ വേണ്ടി പോണേണ്. ഹലോ. പള്ളിയിൽ നല്ല തിരക്കൊണ്ടിട്ട് കാണാൻ പറ്റിയില്ല കേട്ടോ. വന്ന് അവിടെ വന്നു. നവീൻ ഞങ്ങളൊക്കെ അറിയില്ല. ഞങ്ങൾ കിഴക്ക് വശത്തുള്ള ആൾക്കാരല്ല. കല്യാണത്തിന് വന്നിട്ടുണ്ടായിരുന്നു. ഹലോ. അയൽവാസിയാണ്. ആണല്ലേ? ആ, കണ്ടത് സന്തോഷം. ഹലോ. താര. ആ, വന്നിട്ടുണ്ടായിരുന്നോ കല്യാണത്തിന്? ആണോ? ആ, കൊറേ സമയം. ആണല്ലേ? അതെ അതെ. മോളെ ഇത് നമ്മുടെ അമ്മയുടെ കൂട്ടത്തിലുള്ള കടപ്പുറം സ്വന്തം ആണ്. എനിക്കറിയാം നമ്മുടെ നമ്മളെ ഉമ്മേഷിന്റെ അമ്മ. അമ്മമ്മയുടെ കടപ്പുറത്ത് ഞാൻ പണ്ടെപ്പോഴും വരുന്നതല്ലേ അവിടെ. ആ, ശരി, കാണട്ടെ. അമ്പിച്ചയുടെ കൂട്ടുകാരികള് ഇത് നമ്മുടെ ഇല്ല പറഞ്ഞല്ല കടപ്പുറത്ത് എനിക്ക് കുറവ് വന്നിട്ടുണ്ടായോ പക്ഷേ അവിടെ വന്നിട്ടുണ്ടായോ? അവിടെ വന്നിട്ട് ഇവിടെ എത്തിയപ്പോ എത്ര മണിയായത്? ഇവിടെ എത്തി കുറച്ച് ഇന്നലെ വന്നില്ല. ഇന്നലെ വരാൻ പറ്റിയില്ല, ലേറ്റ് ആയിട്ടായിരുന്നു. പിന്നെ ഞങ്ങൾക്ക് നനഞ്ഞില്ല. ആ, ശരി, കാണട്ടെ. ഞാൻ കണ്ടില്ല. ശരി, സന്തോഷമായിട്ട് വന്നപ്പാ. ആ, പിന്നെ ഇവിടെ വരുന്നേ. ഹലോ മച്ചി. വീടിന്റെ അടുത്താണോ മച്ചിയുടെ? ഞങ്ങൾക്കൊന്നും കാണാൻ പറ്റില്ല. വീഡിയോ കോൾ എല്ലാരും കൂടി ആൾക്കാർക്കൊന്നും കാണാൻ പറ്റില്ല. പിന്നെ മൊബൈലിലൊക്കെ എന്ത് അറിയോ ഞങ്ങളെയൊക്കെ? നമ്മുടെ മിനി സൊസൈറ്റിയില് നമ്മുടെ സ്വന്തപ്പെട്ട എൻ്റെ കൂട്ടുകാരൻ്റെ ഭർത്താവിന്റെ കൂട്ടുകാരുടെ ഭാര്യ. ആണോ? ഇത് പഴയൊരു കൂട്ടുകാരിയാണ്. കൂട്ടുകാരിയാന്ന് പറഞ്ഞു. ഞങ്ങൾ രണ്ടുപേരും കൂടിയാണ് കുർബാനം കഴിഞ്ഞ് ഒരു സൈഡ് ചേർത്ത് വന്നത്. ഇതൊക്കെ കാണുമ്പോൾ പരിചയപ്പെടുന്ന ആൾക്കാരോട് എല്ലാവരോടും വിളിച്ചിരിക്കുകയാണ് സേവനം കാണിക്കണം. അതാണ് നമ്മുടെ ധനം. ശരി അമ്മച്ചി, കാണാം. എൻ്റെ വീട് അടൂര്. അടൂര് പത്തനംതിട്ടയില. എല്ലാവരും വന്നിട്ടുണ്ടായോ? അവിടെ എല്ലാവരും വന്നില്ലല്ലേ? ശ്രദ്ധാർത്ഥിന്ന് ഫോട്ടോ ഞങ്ങളൊന്നും കയറ്റിയും കൂടി ഇല്ല, കാണാനും കൂടി പറ്റിയ ഭയങ്കര തിരക്കായി പോയി. ആൾക്കാർക്ക് കാണാതെ പോയി. ഇതുകൊണ്ടാ ഇതാണ് കേട്ടോ. അത് നമ്മുടെ കടയപ്പുറമ്പ് കുടുംബത്തിലെ അമ്മണി താത്തി എന്ന് പറയും. അതിന് പരിചയപ്പെട്ടിട്ടുണ്ട് കേട്ടോ. ഇതാണ് നമ്മുടെ കല്യാണത്തിൻ്റെ മടപാട്ട്. കൺഗ്രാജുലേഷൻ, ഗോഡ് ബ്ലെസ് യു. അയൽവാസികളാണെന്ന്. പഴയ അയൽവാസികളെ പഴയ അയൽവാസികളാണ്. വീടൊക്കെ വന്നപ്പോൾ കാണാതെ. ഇതാണ് നമ്മുടെ ഇളയ മകള്. എല്ലാവരും ക്ഷണം ഉണ്ടായോ? വന്നാ വളരെ സ്നേഹത്തോടെ നന്ദി. ഇതാണ് നമ്മുടെ ഇളയ മകള്. ഞാൻ കല്യാണത്തിന് വന്നില്ല, നല്ല ദിവസം ഇവിടെ വന്നത്. അത് ഇന്ത്യ വരാൻ പറഞ്ഞു. കൊച്ചിനെ ട്യൂഷനൊക്കെ ആ, ശരി. അടൂരാ വീട്. പോയിക്കോട്ടെ. ശരി. 2 ദിവസം കഴിഞ്ഞിട്ട് പോകും. 2 ദിവസം കഴിഞ്ഞിട്ട് രാജിന് വന്നില്ല പള്ളിയിൽ.
ഇല്ല, രാജിന് ഭർത്താവിനെ വിടണമല്ലേ. ഏഴാം തീയതി കഴിഞ്ഞ പോളി, ഏഴാം തീയതി നമുക്ക് ഇടപെടൽ വരാനുണ്ടല്ലേ. ശരി ഏട്ടാ, കാണാം. ആ ശരി. ആരാ അമ്മച്ചി എന്താ പറയുക അമ്മച്ചി? ഈ ഒരു നിമിഷത്തിന് വേണ്ടിയാണ് മകളെ ഞാൻ പ്രാർത്ഥിച്ചതും കാത്തിരുന്നത്. ഇന്ന് ആ ദിവസം സഫലമായി. അതിന് ദൈവത്തിന് വളരെയേറെ നന്ദി. പരിശുദ്ധാത്മാവിന് സകല ദൈവത്തിനും സകല വിശുദ്ധർക്കും മാതാവിനും അശുദ്ധനും എല്ലാവരും ഞാൻ നന്ദി പറഞ്ഞിരിക്കും. വന്നിട്ടുണ്ടായിരുന്നു, എനിക്ക് കാണാൻ പറ്റിയില്ല. അവിടെ വന്നെന്ന് പറയണമെന്നുണ്ടായിരുന്നു. താങ്ക് യു തിരക്കായതുകൊണ്ട് ഞാൻ ചോദ്യം വന്നിട്ടുണ്ടായിരുന്നു. എന്നിട്ട് വേറൊരു പരിപാടി കൂടെ ഉണ്ടായിരുന്നു. അപ്പൊ കണ്ടിട്ടൊന്ന് ആൻറ്റിയുടെ അടുത്ത് എനിക്ക് പറയണമെന്നുണ്ടായിരുന്നു. ഞാൻ വന്നു. നമ്മളെ പ്രതീക്ഷയിലും വളരെ തിരക്കായി പോയി. എൻ്റെ കൂട്ടുകാർ തങ്കമുണ്ട്, അതിന് അത് കേക്ക് വേണം, പിന്നെ 5 കൊള്ളപ്പം കൊടുക്കണം. അപ്പോൾ അവൾ ചെല്ലുമ്പോഴേ എന്തുകൊണ്ടുവന്നെന്ന് അവൾ ചോദിക്കും. എന്താ വേണ്ട? 2 കൊല്ലപ്പം 2 വൈൻ കേക്ക്. ഇല്ല ആള് ഈ കേക്കാണോ അമ്മച്ചി? കൊല്ലപ്പം എവിടെയുണ്ട്? അമ്മച്ചി ഈ കേക്കാണോ? ആ കേക്കല്ല അവിടെ വൈൻ കേക്ക്. അത് ആ കൂട്ടുകാർക്ക് കൊടുക്കാൻ പറ്റാം. ആണോ? എങ്ങനെയുള്ള കേക്ക് അപ്പോൾ? വൈൻ കേക്ക്. വൈൻ കേക്കോ? ഈ കൊല്ലപ്പോണോ അമ്മച്ചി? ആ ഈ കൊല്ലപ്പം പിടിച്ചോ. വേറെന്താ വേണം? വൈൻ കേക്ക്. അത് നോക്കിപ്പറവരെ ഇടയ്ക്ക് കഴിക്കാൻ പറ്റിയിട്ടില്ല, മുറിയിൽ വേച്ച് വെച്ചേക്കണം കേട്ടോ. വൈൻ കേക്ക് എവിടെ ഇരിക്കണ? അതെടുത്തോ. ആ കൊള്ളാട്ടാ. ബോറടിക്കുമ്പോൾ കഴിക്കാം. കടലെടുക്കട്ടെ. കപ്പലണ്ടി വേണ്ട, ഇരിക്കട്ടെ. മതി. ഈ കടല വേണ്ട വേണ്ട, ഇത് അതൊക്കെ മേടിച്ച് വെച്ച പൈസ എന്താണ് ഇവിടെ പങ്കച്ചാരുടെ ഇളയ മകളാണ്. ഹലോ ഹലോ ഫോണിൽ കണ്ടായിരുന്നല്ലേ? താങ്ക് യു. ഇപ്പം ഞാൻ കഴിച്ചു എടുത്തു തരാം. സാരി എന്നിട്ടത് ആ പള്ളിപ്പോട്ട്. ഉച്ചത്രയിലാ പഠിക്കണേ? താങ്ക് യു. പക്ഷേ കൊല്ലപ്പൊക്കെ മേടിച്ച് വെച്ച് മുറിയിൽ ഇതിപ്പോ ഇത്ര മതി അമ്മച്ചി. അപ്പൊ ബേക്കറിയിൽ നിന്ന് സാധനങ്ങളൊക്കെ മേടിച്ചല്ലേ? ആ ബേക്കറി സാധനങ്ങളൊക്കെ മേടിച്ച് ഇനി ഒരു കൂട്ടുകാരനെ കാണാൻ പോണം. കറിക്ക് മേടിച്ചാലോ നമുക്ക്? ആ മേടിക്കാം, വേഗം മേടിക്കാം. ആ അത് വേണം. മത്തി. മത്തി മത്തി അതാണ് നല്ല മീനാണോ നോക്കേ? നല്ല മീനാണോ നോക്ക്. ഇതിലെ വേണ്ട, അരമതി ബാക്കിയായിപ്പോ അരമതി. അതൊന്നും മീനാ ചേട്ടാ? ഇത് ഞങ്ങളവിടെ കുറിച്ചിന്ന് പറയുന്ന മീൻ. എത്ര കിലോ? എന്തോലെ കിലോ? 100 രൂപ. ലാഭമുള്ള മതി മതി. ഉണക്കാനല്ല കറി വെക്കാനാ. ഞങ്ങൾ ദേവാലയത്തിൽ കയറി ബേക്കറി കുറച്ച് പലഹാരങ്ങളൊക്കെ വാങ്ങിച്ച് മാർക്കറ്റിൽ കയറി അവിടെ നിന്ന് കുറച്ച് മീനൊക്കെ വാങ്ങിച്ച് ഏറ്റവും സ്വല്പം പച്ചക്കറി വാങ്ങിക്കണം. അടുത്തൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. വീഡിയോ ആയിട്ട് വീണ്ടും കാണാം.